ബിസിനസ് പ്രൊഫഷണൽ സ്കിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫോർത്ത് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ, സൈബർ ലോസ് ഇൻ ഇന്ത്യ. സൈബർ ലോ ഈസ് ദി പാർട്ട് ഓഫ് ദി ഓവറോൾ ലീഗൽ സിസ്റ്റം ദാറ്റ് ഡീൽസ് വിത്ത് ദി സൈബർ സ്പേസ് റെഗുലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ ലീഗൽ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് എന്ത് പറയുന്നത്, സൈബർ ലോ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് സൈബർ സ്പേസ് റെഗുലേഷൻസും അതുപോലെ തന്നെ സെക്യൂരിറ്റിയുമാണെന്ന് പറയുന്നു. ദർ ഈസ് നോ ഡെഡിക്കേറ്റഡ് സൈബർ സെക്യൂരിറ്റി ലോ ഇൻ ഇന്ത്യ. എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൈബർ ലോ ഇല്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് ദി ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഓർ IT ആക്ട് കണ്ടെയ്ൻ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദി റെഗുലേഷൻസ് ഓഫ് സൈബർ ക്രൈംസ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലുള്ളത് IT ആക്ട് 2000 ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ സൈബർ ലോ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സൈബറായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഏതാണ്, IT ആക്ട് 2000 ആണെന്ന് പറയുന്നു. ദി മെയിൻ പർപ്പസ് ഓഫ് ദി ആക്ട് ടു പ്രൊവൈഡ് ലീഗൽ റെക്കഗ്നിഷൻ ഫോർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ്. മെയിൻ പർപ്പസ് എന്ന് പറയുന്ന IT ആക്ടിന് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോണിക് ട്രാൻസാക്ഷന് ലീഗൽ റെക്കഗ്നിഷൻ നൽകുക എന്നുള്ളതാണ്. However, Section 65 to 78 of the Act specifically deal with the offences come under cyber crimes. അപ്പോൾ സൈബർ ക്രൈംസിൻ്റെ വരുന്ന, അതായത് എന്തെങ്കിലും ഒഫൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഏതാണ്, ഈ ഒരു ആക്റ്റിലെ 65 to 78 സെക്ഷനാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒഫൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. IT ആക്ട് 2000. The Unilateral Model Law on International Commercial Arbitration was passed in 1985 and the United Nations General Assembly has adopted the model law. ഇതെന്ന് പറഞ്ഞാൽ യൂണിസിട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലോ. ഇതൊരു UN-ൻ്റെ ജനറൽ അസംബ്ലിയുടെ സബ്സിഡറി ബോഡിയാണ്. അവർ പാസ്സാക്കിയ ഒരു ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ ലോ ആണ് എന്ത്, യൂണിസിട്രൽ മോഡൽ ലോ ആണ്. ഇൻ്റർനാഷണൽ കൊമേഴ്ഷ്യൽ ആർബിട്രേഷൻ ഇത് 1985 പാസ്സാക്കിയിട്ടുള്ളത്. അത് UN-ൻ്റെ ഒരു ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. The model law is not binding, but countries may adopt the provisions of law by incorporating it into their domestic laws. അപ്പോൾ നിർബന്ധമായിട്ട് എന്താ, ഈ ഒരു ലോ ഫോളോ ചെയ്യണമെന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലത്തെ ഒരുപാട് കാര്യങ്ങൾ സ്വന്തം രാജ്യത്തെ ഡൊമസ്റ്റിക് ലോയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. Following the UN resolution, India passed the Information Technology Act 2000, which incorporated the provisions of model law. It was amended in 2008. അപ്പോൾ UN റെസൊല്യൂഷൻ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ എന്ത് ചെയ്തു, IT ആക്ട് 2000 പാസ്സാക്കി. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ മോഡൽ ലോത്തെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ദി ആക്ട് ഈസ് അപ്ലിക്കബിൾ ടു whole of India. It also applied for offences committed outside India which involves a computer resources in India. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സൈബർ ക്രൈമും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് IT ആക്ട് ആണെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ വരുന്നതും ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന് കമ്പ്യൂട്ടർ സോഴ്സ് ഇന്ത്യയിൽ നിന്നായിരിക്കണം. IT ആക്ട് 2000. Some of the main issues addressed by Information Technology Act are. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഈ IT ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സിന് ലീഗലി അംഗീകാരം നൽകുക. ഇപ്പോൾ ഗവർണൻസ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഡോക്യുമെൻ്റ് ഇൻ്റർനെറ്റിൽ, അതായത് അക്ഷയ എന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് ലീഗലി അംഗീകാരം കിട്ടുന്നുണ്ട്. കാരണം അത് അംഗീകരിച്ചതുകൊണ്ടാണ് നമുക്കതൊരു അംഗീകാരം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻ ദി പ്ലേസ് ഓഫ് റിട്ടൺ സിഗ്നേച്ചർ. ആദ്യകാലത്തൊക്കെ എന്താ, റിട്ടൺ സിഗ്നേച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിനുള്ള അംഗീകാരവും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ദെൻ ഒഫൻസസ് കം അണ്ടർ സൈബർ ക്രൈംസ്. അപ്പോൾ സൈബർ ക്രൈമിൽ വരുന്ന ഒഫൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡീൽ ചെയ്യുന്നുണ്ട്. പെനാൽറ്റീസ് ആൻഡ് കോമ്പൻസേഷൻസ്. അപ്പോൾ ഈ ഒരു ഒഫൻസും കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിന് പെനാൽറ്റീസും അതിന് കോമ്പൻസേഷനൊക്കെ നിശ്ചയിക്കുന്നത് ഈ ലോ പ്രകാരമാണ്. ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് സെക്ഷൻ 65 to 78 ഓഫ് ദി IT ആക്ട്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. സെക്ഷൻ 65, കൺസീൽ, ഡിസ്ട്രോയ് ഓർ ഓൾട്ടർ കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ്
ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം തടവും 2 ലക്ഷം പിഴയും ഈടാക്കും. 66A സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ 3 വർഷം തടവും 5 ലക്ഷം പിഴയും ഈടാക്കുന്നുണ്ട്. 66B ഡിസ്ഹോണസ്റ്റ്ലി റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അപ്പോൾ എല്ലാം മോഷ്ടിച്ച് കൊണ്ടുവന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്തായിരിക്കാം കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുകയാണെങ്കിൽ 3 years ഇംപ്രിസൺമെൻറ്റ് കൊണ്ട് 1 lakh പിഴയും. ദെൻ 66C ഐഡൻറ്റിറ്റി തെഫ്റ്റ് 3 years തടവും 2 lakhs പിഴയും. 66D ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ്. അപ്പോൾ കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചീറ്റിംഗ് നടത്തുകയാണെങ്കിൽ 3 വർഷം തടവും 1 ലക്ഷം പിഴയും ഈടാക്കുന്നതാണ്. ദെൻ 66E വയലേഷൻ ഓഫ് പ്രൈവസി വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ പ്രൈവസി വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3 വർഷം തടവും 2 ലക്ഷം പിഴയും ഈടാക്കും. 66F സൈബർ ടെററിസം, അതായത് ടെററിസ്റ്റ് ആക്ടിവിറ്റി കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്ത് നടത്തുകയാണെങ്കിൽ ഫോർ ലൈഫ് ജീവപര്യന്തമാണ് എന്ത് പറയുന്നത് ഇംപ്രിസൺമെൻറ്റ് 5 ലക്ഷം ഫൈനും ഈടാക്കുന്നതാണ്. പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. ഒബ്സീൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അസഭ്യം കലർന്ന അല്ലെങ്കിൽ അശ്ലീലമായ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, പബ്ലിഷ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം മുതൽ 5 വർഷം വരെ തടവുണ്ടായിരിക്കും. 5 മുതൽ 10 ലക്ഷം വരെ പിഴയും ഈടാക്കുമെന്ന് പറയുന്നു. 67A പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് കണ്ടൻറ്റ്. അപ്പോൾ സെക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുക പബ്ലിഷ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം മുതൽ 7 വർഷം വരെ തടവും 10 ലക്ഷം പിഴയും ഈടാക്കുന്നുണ്ട്. 67B പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് കണ്ടൻറ്റ് ഡിപ്പിക്റ്റിംഗ് ചിൽഡ്രൻ. അപ്പോൾ കുട്ടികളെ റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ സെക്ഷുവലി റിലേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യുകയും അത് ഷെയർ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം മുതൽ 7 വർഷം വരെ കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും ഈടാക്കുന്നതാണ്. 71 മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്ട് വിത്ത് കൺട്രോളർ ഓർ സർട്ടിഫയിങ് അതോറിറ്റി. ഈ ഒരു ആക്ടിലെ കൺട്രോളർ ഓർ സർട്ടിഫയിങ് അതോറിറ്റിയുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ മിസ്റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നുണ്ട് 2 വർഷം തടവും അതുപോലെ തന്നെ 1 ലക്ഷം പിഴയും ഈടാക്കുന്നതാണ്. 72 ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. ഒരാളുടെ കോൺഫിഡൻഷ്യാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ അയാളുടെ പ്രൈവസി ഇതൊക്കെ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ 2 വർഷം തടവും 1 ലക്ഷം പിഴയും ഈടാക്കുന്നതാണ്. 72A ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ ഇൻ ബ്രീച്ച് ഓഫ് ലോഫുൾ കോൺട്രാക്റ്റ്. ഒരു നിയമപരമായ കോൺട്രാക്റ്റ് പ്രകാരം കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 2 വർഷം തടവും 1 ലക്ഷം പിഴയും ഈടാക്കും. Electronic governance or e-governance. It is the application of information technology in government functioning and for the delivery of government services. അപ്പോൾ ഈ ഗവർണൻസ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു സർവീസും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ വഴി പബ്ലിക്കിന് നൽകുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് പറയാം ഇ ഗവർണൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ICT അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദി ഗവൺമെൻറ് ഫോർ ബെറ്റർ ഗവർണൻസ്. ഗവൺമെൻറ്റിൻ്റെ സർവീസ് ഒന്നും കൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ICT ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് നമുക്ക് ഇ ഗവർണൻസും പറയാം. It involves the use of ICT by government to exchange of information with the citizen, business and other agencies. മെയിനായിട്ട് ഗവൺമെൻറ് ICT യൂസ് ചെയ്യുന്നത് ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സിറ്റീസന്, ബിസിനസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏജൻസിക്ക് വേണ്ടിയിട്ട്. ഇംപ്രൂവിങ് എഫിഷ്യൻസി, ഗവൺമെൻറ്റിൻ്റെ സർവീസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെഡ്യൂസിങ് കോസ്റ്റ് ആൻഡ് ഡിലേ, വളരെ പെട്ടെന്ന് സർവീസ് ചെയ്ത് കൊടുക്കാനും കോസ്റ്റ് കുറയ്ക്കാനും വേണ്ടിയിട്ട്. റീസ്ട്രക്ചറിങ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സസ്, മൊത്തം പ്രോസസ്സുകളൊക്കെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് സർവീസ്, അപ്പോൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. സ്റ്റേജസ് ഓഫ് ഇ ഗവർണൻസ്. കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ഗവൺമെൻറ് ഓഫീസേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും കമ്പ്യൂട്ടറൈസ് ചെയ്യാമെന്ന് പറയുന്നത്.
ദെൻ നെറ്റ്വർക്കിംഗ് ഓൾ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, എല്ലാ ഓർഗനൈസേഷൻസ് നെറ്റ്വർക്കിംഗിൽ അണ്ടറിൽ കൊണ്ടുവരിക, നെറ്റ്വർക്കിംഗ് അവിടെ നടത്തുക എന്ന് പറയുന്നു. ഓൺലൈൻ പ്രസൻസ്, ആൻ ആക്റ്റീവ് സെക്യൂർ ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് വെബ്സൈറ്റ് വിച്ച് കണ്ടെയ്ൻ ഓൾ ഇൻഫർമേഷൻ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഏത് ഓഫീസാണെങ്കിലും അതിനെന്ത് ചെയ്യുക, ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അതിൽ ഡീൽ ചെയ്യുക. ഓൺലൈൻ ഇൻട്രാക്ടിവിറ്റി, ദർ മസ്റ്റ് ബി ഫെസിലിറ്റീസ് ഫോർ ദി പബ്ലിക് ടു ഇൻട്രാക്ട് വിത്ത് ഗവൺമെൻറ് ത്രൂ വെബ്സൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഓൺലൈൻ ഇൻട്രാക്ഷൻ, അതായത് നമ്മളെന്തെങ്കിലും ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കിട്ടുന്നൊരവസ്ഥ, ഇൻട്രാക്റ്റീവ് ആയിരിക്കണമെന്ന്. ഓൺലൈൻ സബ്മിഷൻ ഓഫ് ഫോംസ്, ഫെസിലിറ്റി ടു ഡൗൺലോഡ്, കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ, ക്വറീസ്, ഓൺലൈൻ ഫയൽ ട്രാക്കിംഗ് എക്സെട്ര. നെക്സ്റ്റ് വരുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ, ഈ ലിറ്ററസി ടു സിറ്റീസൺ സഫിഷ്യൻറ്റ് ഈ സേവ സെൻറ്റേഴ്സ്. അപ്പോൾ എന്താ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള ലിറ്ററസി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെന്താ ഡിഫറെൻറ്റ് നമുക്കിത്, അതായത് എല്ലാവർക്കും വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണമെന്നില്ല, അപ്പോൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സേവാ സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാം. ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇൻ ഇ ഗവേണൻസ്, എന്തൊക്കെ ഇൻട്രാക്ഷൻസാണ് നടക്കുന്നത് നോക്കാം. G2G, ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ വിത്തിൻ ദി ബിറ്റ്വീൻ ഗവൺമെൻറ് എൻറ്റിറ്റീസ് സച്ച് ആസ് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, അതായത് കേന്ദ്രത്തിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റ്സ്, ഇവരൊക്കെയുമായിട്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ G2C, ഗവൺമെൻറ് ടു സിറ്റിസൺ, എഫിഷ്യൻറ്റ് ഡെലിവറി ഓഫ് ഗവൺമെൻറ് സർവീസസ് ടു ദി സിറ്റിസൺസ് ബൈ ഇലക്ട്രോണിക് മീൻസ്. അപ്പോൾ എന്താ, ഗവൺമെൻറ് എല്ലാ സിറ്റിസൺസിന് സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ G2B, ഗവൺമെൻറ് ടു ബിസിനസ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഗവൺമെൻറ് സച്ച് ആസ് ലൈസൻസിങ്, പെർമിറ്റ്, ടാക്സ് കളക്ഷൻ എക്സെട്ര. അപ്പോൾ ഗവൺമെൻറ്റും ബിസിനസ്സും തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഗേറ്റ് വേ, ലൈസൻസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ടാക്സിൻ്റെ കളക്ഷനൊക്കെ വേണ്ടിയിട്ട്. G2E, ഗവൺമെൻറ് ടു എംപ്ലോയീസ്, എഫിഷ്യൻറ്റ് ഇൻട്രാക്ഷൻ വിത്ത് എംപ്ലോയീസ് സച്ച് ആസ് സർക്കുലേഷൻ ഓഫ് ഇൻഫർമേഷൻ, സാലറി പ്രോസസ്സിംഗ്, റിപ്പോർട്ട്സ് എക്സെട്ര. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ടായിരിക്കും അവരെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്, ഇറ്റ് മേക്ക് ഗവൺമെൻറ് ക്ലോസർ ടു സിറ്റിസൺസ്, ഗവൺമെൻറ്റിനെ എന്ത് ചെയ്യുക, ആളുകളുമായിട്ട് കൂടുതലായിട്ട് ക്ലോസറാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് ഒന്നുകൂടി ഇൻട്രാക്ഷൻ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. സിംപ്ലിഫൈസ് ദി പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് സിംപ്ലിഫൈ ആക്കാൻ വേണ്ടിയിട്ട്. ബെറ്റർ ഡെലിവറി ഓഫ് ക്വാളിറ്റി സർവീസസ് ടു ദി സിറ്റിസൺസ് ആൻഡ് ബിസിനസ്സസ്, എന്താണ്, നല്ല സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആർക്ക്, ആളുകൾക്കും ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട്. ട്രാൻസ്പെറൻസി ഇൻ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻസ്, അതായത് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട്. എലിമിനേഷൻ ഓഫ് കറപ്ഷൻ ഇൻ ഗവൺമെൻറ് എൻറ്റിറ്റീസ്, അഴിമതിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. എനി ടൈം എനിവെയർ അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് സർവീസസ്, ഏത് സമയത്ത് എപ്പോഴൊക്കെ നമുക്ക് ഇൻഫർമേഷനും സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകും. ഇംപ്രൂവ്ഡ് ഇൻട്രാക്ഷൻ വിത്ത് ബിസിനസ് ആൻഡ് എംപ്ലോയീസ്, അപ്പോൾ എംപ്ലോയീസും അതുപോലെ തന്നെ ബിസിനസ്സുമായിട്ടൊക്കെ നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. റിഡക്ഷൻ ഇൻ കോസ്റ്റ്, ബെറ്റർ മാനേജ്മെൻറ്റ്, ഗ്രേറ്റർ കൺവീനിയൻസ്, റവന്യൂ ഗ്രോത്ത് എക്സെട്ര. കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്, നല്ല മാനേജ്മെൻറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്, നല്ല കൺവീനിയൻസ്, ഗ്രേറ്റർ കൺവീനിയൻസ്, അതുപോലെ തന്നെ റവന്യൂ ഗ്രോത്ത്, ഈ കാര്യങ്ങളൊക്കെ ഈ ഗവർണൻസിൻ്റെ ബെനിഫിറ്റാണ്. ഈ ഗവർണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ, എന്തൊക്കെയാണ് ഈ ഗവർണൻസിൻ്റെ ഇനീഷ്യേറ്റീവ് ഉണ്ടായിട്ടുള്ളത് നോക്കാം. നാഷണൽ ഇ ഗവർണൻസ് പ്ലാൻ ഫോർമുലേറ്റഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എയിംസ് അറ്റ് ഇംപ്രൂവിംഗ് ഡെലിവറി ഓഫ് ഗവൺമെൻറ് സർവീസസ് ടു സിറ്റിസൺസ്. ഇപ്പോൾ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻസ് മെയിനായിട്ട് അത് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്, ഇംപ്രൂവിങ് ഡെലിവറി ഓഫ് ഗവൺമെൻറ് സർവീസസ് ടു സിറ്റിസൺസ്, അതായത് സിറ്റിസൺസിന് നല്ല സർവീസും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 27 മിഷൻ മോഡ് പ്രൊജക്റ്റ് വിച്ച് ഈസ് ദി ബേസ് ഓൾ ഇ ഗവർണൻസ് ഇനീഷ്യേറ്റീവ്സ്. ഇതിൽ 27 മിഷൻ മോഡ് പ്രൊജക്റ്റുകളാണുള്ളത്. ഇതാണ് നാഷണൽ ഇ ഗവർണൻസ് പ്ലാനിൻ്റെ ബേസ് എന്ന് പറയുന്നത്.
Then MyGov website and application launched by the Government of India G2C to ensure active participation of citizen in government. ഇപ്പം MyGov ഇപ്പം നമ്മളെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സൈറ്റിലും എന്തുണ്ടാവും ലാസ്റ്റ് GOV എന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ് വെബ്സൈറ്റ് ആപ്ലിക്കേഷനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നത് ഗവൺമെൻറ്റിന് സിറ്റിസണിൻ്റെ കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ എന്താണ് നല്ല ഒരു പാർട്ടിസിപ്പേഷൻ കാര്യങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട്. Digital India is a program of the Government of India with a vision to transform India into digitally empowered society and knowledge economy. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഇന്ത്യ മൊത്തം ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗവർണൻസിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നു. ദെൻ UIDAI Unique Identification Authority of India was created with the objective of issue of unique identification number UID named as Aadhaar to all residents of India. ഇപ്പോൾ UIDAI നമുക്കെല്ലാവർക്കും എന്തുണ്ട് ആധാർ കാർഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ആധാർ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവർണൻസ് പരിപാടിയാണ്. നമുക്ക് എന്താണ് എല്ലാ ട്രാൻസാക്ഷനും ആധാർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. Direct Benefit Transfer DBT, a program of the Government of India to transfer subsidies directly to the bank account of beneficiaries. അപ്പോൾ സബ്സിഡീസും കാര്യങ്ങളൊക്കെ ഒരാളുടെ ഡയറക്റ്റായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ള പദ്ധതിയാണ്. ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം AEPS. It is a system developed by NPC to make Aadhaar-based cash withdrawals, transfer and other payment through micro ATMs. അപ്പോൾ മൈക്രോ ATMs വഴി എന്ത് ചെയ്യുന്നുണ്ട് അത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടിയാണ് AEPS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആധാർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. IRCTC റെയിൽ കണക്ട് G2C ആണ്. ഇറ്റ് ഈസ് ദി ഓൺലൈൻ ആൻഡ് മൊബൈൽ പ്ലാറ്റ്ഫോം ഫോർ ട്രെയിൻ ടിക്കറ്റ് റിസർവേഷൻ ഓഫ് ഇന്ത്യൻ റെയിൽവേ. AIRCTC നമ്മൾ പറയുന്നതാണ് എന്താണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ട്രെയിൻ ബുക്ക് ചെയ്യാനും അതിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. Then Passport Seva G2C, online platform for the delivery of passport services to the citizen through Passport Seva Kendras. ഇത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇതിന് വേണ്ടിയിട്ട് പാസ്പോർട്ട് സർവീസ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഏത് വഴിയാണ് പാസ്പോർട്ട് സേവാ കേന്ദ്ര വഴി ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇമിഗ്രേഷൻ വിസ ആൻഡ് ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് ട്രാക്കിംഗ് IVFRT, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫോർ ഇമിഗ്രേഷൻ വിസ ആൻഡ് റിലേറ്റഡ് സർവീസസ് ടു ദി ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ്. IVFRT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് വിസ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ദെൻ മൊബൈൽ സേവ, ഇറ്റ് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് എയിംഡ് അറ്റ് ഇംപ്ലിമെൻറ്റിംഗ് മൊബൈൽ ഗവർണൻസ് ഇൻ ദി കൺട്രി. അപ്പോൾ നമ്മളെ മൊബൈൽ വഴി എന്ത് ചെയ്യാം നമ്മളെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മൊബൈൽ സേവ എന്ന് പറയുന്നത്. Then e-procurement, government to business. It is a system that enables business firms to submit online bids for government purchase. സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് കമ്പനീസിൽ നിന്ന് പർച്ചേസുകൾ നടത്തുന്നുണ്ട്. ഈ പർച്ചേസിന് വേണ്ടിയിട്ട് ബിഡ് അല്ലെങ്കിൽ ടെൻഡർ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊക്യൂർമെൻറ്റ് എന്നുള്ള പ്ലാറ്റ്ഫോം ഉള്ളത്. ദെൻ BIM UPI. It is an initiative to enable fast, secure, reliable, cashless payment through mobile phones. നമ്മൾ മൊബൈൽ ഫോണിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെങ്കിൽ ക്യാഷ്ലെസ് ട്രാൻസാക്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് BIM UPI. Then DigiLocker, a mobile document wallet which allows citizens to keep their documents in approved digital format. അപ്പോൾ അത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്. നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് നമ്മളെല്ലാ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെ വെഹിക്കിൾ ലൈസൻസ് അതുപോലെ തന്നെ നമ്മളെ RC റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഡിജിലോക്കറിൽ നമുക്ക് സേവ് ചെയ്ത് പറ്റും. ദെൻ EBIS G2B,
An initiative to provide fast and reliable online services to business entities. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റീസിന് എല്ലാ ട്രാൻസാക്ഷനും വളരെ ഫാസ്റ്റായിട്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇ ബിസ് എന്ന് പറഞ്ഞ് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നു. ഇ ഓഫീസ് G2G ആണ് വരുന്നത്. എ ഡിജിറ്റൽ വർക്ക് പ്ലേസ് സൊല്യൂഷൻ ഫോർ ബോത്ത് ഇൻ്റർ ആൻഡ് ഇൻട്രാ ഗവൺമെൻറ് പ്രോസസ്സ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ രീതിയിലൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഇ ഓഫീസ് എന്ന് വരുന്നത്. ദെൻ ഇ സമ്പർക്ക് പ്ലാറ്റ്ഫോം യൂസർ ഫോർ ഷെയറിംഗ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് സർവീസ് മെസ്സേജസ് ഇൻ ദി ഫോം ഓഫ് മെയിൽ, SMS, ടെലിഫോൺ കോൾ എക്സെട്ര. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷനൊക്കെ പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാവരുടെയും ഫോണിലേക്ക് ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇ സമ്പർക്ക് എന്ന് പറയുന്നത്. ദെൻ ഇ ഫയലിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫോർ ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ആൻഡ് അവൈലിംഗ് ടാക്സ് റിലേറ്റഡ് സർവീസസ്. ഈ ഫയലിംഗ് നമ്മളെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഇൻകം ടാക്സ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണെന്ന് പറയുന്നു. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. ദെൻ അതേഴ്സ് ഇ ക്രാന്തി, ഇ പ്രമാൺ, പേഗ് GOV, മൊബൈൽ സേവ, വിദ്യാവാഹിനി, സക്ഷത് എക്സെട്ര. ദെൻ ഇൻഫോർമേഷൻ കേരള മിഷൻ IKM, ലോക്കൽ ബോഡി കമ്പ്യൂട്ടറൈസേഷൻ പ്രൊജക്റ്റ് ഇൻ കേരള. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലെ എല്ലാ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പരിപാടികളും ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് IKM എന്ന് പറയുന്നത്. ദെൻ സ്പാർക്ക് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഓഫ് കേരള G2E, എ പ്രൊജക്റ്റ് വിത്ത് എ വിഷൻ ടു ഡിജിറ്റലൈസ് ഓൾ HR റിലേറ്റഡ് സർവീസസ് ആൻഡ് സാലറി ഡാറ്റ ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്. ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് സാലറി, ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ് ഫാസ്റ്റ് റിലയബിൾ ഇൻസ്റ്റൻറ്റ് എഫിഷ്യൻറ്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് സർവീസസ് G2C, സിംഗിൾ വിൻഡോ ഫെസിലിറ്റി വേർ സിറ്റിസൺ ക്യാൻ മേക്ക് ഗവൺമെൻറ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ആൻഡ് പേയ്മെൻറ്റ്സ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നതാണ്. ഡിജിറ്റൽ ഡോക്യുമെൻറ്റ് ഫയൽ സിസ്റ്റം, എ വെബ് ബേസ്ഡ് ഫയൽ ട്രാക്കിംഗ് ആൻഡ് ഗവൺമെൻറ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ സെലക്റ്റഡ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ കേരള. അപ്പോൾ വെബ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ട്രാക്കിംഗ് ആൻഡ് ഗവൺമെൻറ് സിസ്റ്റമാണ് സെലക്ട് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് പറയുന്നത്. ദെൻ അക്ഷയ ഇ കേന്ദ്ര, ഇറ്റ് ഈസ് ദി ഇ സർവീസ് സെൻറ്റേഴ്സ് ലോഞ്ച്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് കേരള ആസ് എ സിറ്റിസൺ ഓർ ഇ ലിറ്ററസി പ്രൊജക്റ്റ്. നൗ ഇറ്റ് ഈസ് എ കോമൺ പ്ലാറ്റ്ഫോം ഫോർ ആക്സസിങ് വേരിയസ് സർവീസസ് ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ അക്ഷയ സെൻറ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആകുന്നത് അക്ഷയ സെൻറ്റേഴ്സിലാണ്. നമ്മൾക്കിപ്പോൾ നമ്മളോട് ഇപ്പോൾ കമ്മ്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും സഹായിക്കുന്നതൊക്കെ എന്താണ് അക്ഷയ സെൻറ്റേഴ്സാണ്. ഓൺലൈൻ പോർട്ടൽ ഓഫ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ G2C, ഇറ്റ്സ് എ പോർട്ടൽ വിച്ച് മാനേജസ് ദി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഓഫ് കേരള ഗവൺമെൻറ് എംപ്ലോയീസ്. ഇപ്പോൾ PSCൻ്റെ വെബ്സൈറ്റ് അറിയുന്നതാണ്. നമ്മളെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഈ PSCൻ്റെ വെബ്സൈറ്റ്. ഇതിലൂടെ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ ഒരുമ വെബ്, ഓൺലൈൻ പോർട്ടൽ ഓഫ് KSB ഫോർ ക്വിക്ക് പേയ്മെൻറ്റ് ഓഫ് ബിൽസ്. ഇപ്പോൾ KSB ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റാണ് ഒരുമ വെബ് എന്ന് പറയുന്നത്. സഞ്ജയ, ദി റവന്യൂ ആൻഡ് ലൈസൻസ് സിസ്റ്റം ഫോർ ലോക്കൽ ഗവൺമെൻറ് ഇൻ കേരള. അപ്പോൾ കേരള ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആൻഡ് ലൈസൻസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ടെൻഡർ, സബ്മിഷൻ ഓഫ് ടെൻഡർ ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ് ഇൻ കേരള. ടെൻഡർ വിളിക്കാറുണ്ട് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ടെൻഡർ വിളിക്കാറുണ്ട്. അപ്പോൾ ടെൻഡർ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ദെൻ സേവന, രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്, ഡെത്ത് ആൻഡ് മാരേജ് എക്സെട്ര. അപ്പോൾ സേവന
ഒരു കുട്ടി ഉണ്ടായാൽ അതിൻ്റെ ബർത്തും കാര്യങ്ങളും ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ്, ഈ കാര്യങ്ങൾക്ക് ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സുഭദ്ര ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, അപ്പോൾ ഫൈനാൻസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് സുഭദ്ര. സാമൂഹ്യ സിറ്റിസൺ ഡാറ്റാബേസ്, ആളുകളുടെ ഡാറ്റാബേസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതർ ഇനീഷ്യേറ്റീവ്സ് ഇ കൃഷി, ഇ ഹൗസിംഗ് എക്സെട്ര. പിന്നെ അതർ സ്റ്റേറ്റിൽ വരുന്ന ഈ ഗവേണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂമി കർണാടകേൻ്റെയാണ്, ഇ സേവ ആന്ധ്രാപ്രദേശ്, കാർഡ് ആന്ധ്രാപ്രദേശ്, ഗ്യാൻ ദൂത് മധ്യപ്രദേശ്, ലോക്വാണി പ്രൊജക്റ്റ് ഉത്തർപ്രദേശ്, ഇ മിത്ര രാജസ്ഥാൻ, ദൃഷ്ടി ഹരിയാന. പിന്നെ അത് എന്ത് ചെയ്തു, 12 സ്റ്റേറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.